KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ചെറുവാടി ഏഴിമല ഉസ്താദിന്റെ ഖബർ നീളം കൂടി. ജമാഅത്തുകാർ ഖബർ മാന്തി പരിശോധിച്ചു. ഖബറിന്റെ നീളം 2.4 അടിയാണ് വർദ്ധിച്ചത്. ലാവ്ലിൻ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. അടിയന്തര സാഹചര്യമില്ലെന്ന് കോടതി. ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ കോൺഗ്രസും JDUവും മത്സരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ റെയിൽവേ ബജറ്റ് മന്ത്രി സുരേഷ് പ്രഭു ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബാംഗ്ലൂരു സ്ഫോടന കേസ്. മഅദനി വീണ്ടും സുപ്രീംകോടതിയിലേക്ക്. മഅദനിയുടെ ഹർജി സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1.5 ലക്ഷം ഹാജിമാർ പുണ്യഭൂമിയിലേക്ക്. വഹാബിസം മതമല്ല ഭീകരതയാണ് എന്ന പ്രമേയത്തിൽ സുന്നി ആദർശ സമ്മേളനം നാളെ മലപ്പുറം കോട്ടപ്പടിയിൽ. മർക്കസിൽ ഹാഫിള് സംഗമം ഈ മാസം 27-ന്. വിജയബേരി നാളെ. അന്താരാഷ്ട്ര സഖാഫി കോൺഫറൻസ് സ്വാഗത സംഘ രൂപവൽക്കരണം 27-ന്. ഏരുമാട് മഖാം ഉറൂസിന് നാളെ തുടക്കം. മുനവ്വറിലെ തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. ലാവ്ലിൻ കേസിൽ റിവിഷൻ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 2 മാസത്തേക്ക് മാറ്റി. ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമെന്തെന്ന് ആരാഞ്ഞ ജസ്റ്റിസ് പി ഉബൈദ് കോടതികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും വ്യക്തമാക്കി. അതേസമയം ആഭ്യന്തര സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും നിർദ്ദേശം മറികടന്നാണ് റിവിഷൻ ഹർജി നേരത്തെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് DGP കോടതിയെ സമീപിച്ചതെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. ലാവ്ലിൻ കേസ് തിരുവനന്തപുരം CBI കോടതി തീർപ്പാക്കിയ രീതിയിൽ സംശയം പ്രകടിപ്പിച്ച അതേ കോടതി തന്നെയാണ് ഇപ്പോൾ അടിയന്തര സ്വഭാവമില്ലെന്ന് പറഞ്ഞു മാറ്റിയത്. കേസിൽ പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തമാക്കിയ കീഴ്ക്കോടതി വിധിയുടെ നിലനിൽപ്പിൽ സംശയമുണ്ടെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ കോൺഗ്രസും JDUവും മത്സരിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടഞ്ഞുനിന്ന JDUവിനെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് രാജ്യസഭാ സീറ്റ്. അടുത്ത മാസം 21-നാണ് തിരഞ്ഞെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തോൽവി സംബന്ധിച്ച UDF റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഉൾപ്പെടെ ഉന്നയിച്ച പല ആവശ്യങ്ങളും കോൺഗ്രസ് ഗൌനിക്കാതെ വന്നതോടെയാണ് JDU മുന്നണി വിടാൻ നീക്കം നടത്തിയത്. പ്രകടന പത്രിക തയ്യാറാക്കുന്ന യോഗത്തിൽ നിന്ന് പോലും JDU വിട്ടുനിന്നതോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി രമേശ് ചെന്നിത്തലയും രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനവുമായി MP വീരേന്ദ്രകുമാറിനെ നേരിട്ട് സമീപിക്കുകയായിരുന്നു. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ 1 MP വീരേന്ദ്രകുമാറിന് നൽകാമെന്ന് അന്ന് ഉറപ്പു നൽകി. UDFൽ സീറ്റ് ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ മുഖ്യമന്ത്രി തന്നെ ഇന്ന് കക്ഷി നേതാക്കളെ ഫോണിൽ വിളിച്ച് രാജ്യസഭാ സീറ്റിലെ തീരുമാനം അറിയിക്കുകയായിരുന്നു. UDFന് കിട്ടുന്ന 2 സീറ്റുകളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയനുസരിച്ച് ഒരു സീറ്റിൽ കോൺഗ്രസും രണ്ടാമത്തെ സീറ്റിൽ JDU സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുവാൻ AK ആന്റണിക്കു പുറമെ ഇടതുപക്ഷത്തു നിന്നുള്ള TN സീമ, KN ബാലഗോപാൽ എന്നിവരുടെ കാലാവധിയാണ് അടുത്ത മാസം 31-ന് അവസാനിപ്പിക്കുന്നത്. നിയമസഭയിലെ നിലവിലെ അംഗബലമനുസരിച്ച് കോൺഗ്രസിന് 2 സീറ്റുകളിൽ വിജയിക്കാം. കോൺഗ്രസിന്റെ സീറ്റിൽ AK ആന്റണി തന്നെ തുടരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മാർച്ച് 11-നാണ് നോമിനേഷൻ നൽകേണ്ട അവസാന തീയതി. നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ റെയിൽവേ ബജറ്റ് മന്ത്രി സുരേഷ് പ്രഭു ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇത് രാജ്യത്തെ സാധാരണക്കാരുടെ താൽപര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ബജറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭു ബജറ്റ് അവതരണം ആരംഭിച്ചത്. ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണിത്. ഇന്ത്യയുടെ പുരോഗതിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും നട്ടെല്ലായി റെയിൽവേയെ മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷൻ ആണ് ഈ ബജറ്റിന്റെ പ്രചോദനം. 2016-17 കാലയളവിൽ 1.5 ലക്ഷം കോടിയുടെ റവന്യൂ ആണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വർധന. കഴിഞ്ഞ ബജറ്റിനേക്കാൾ 8,720 കോടി അധിക വരുമാനമാണ് ഇതുവഴി കൈവരുകയെന്നും സുരേഷ് പ്രഭു പറഞ്ഞു. യാത്രാ ചരക്കുകൂലി കൂട്ടിയിട്ടില്ല. 2 പുതിയ എഞ്ചിൻ ഫാക്ടറി, കോച്ച് ഫാക്ടറി തുടങ്ങാൻ 40,000 കോടി രൂപ, 1600 കിലോമീറ്റർ ലൈൻ വൈദ്യുതീകരണം, 475 ബയോ ടോയ്ലറ്റുകൾ, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പദ്ധതികൾ, എല്ലാ സ്റ്റേഷനിലും CCTV, വയോജനങ്ങൾക്ക് ലോവർ ബർത്ത്, മുതിർന്ന പൌരന്മാർക്കുള്ള റിസർവേഷൻ ക്വാട്ട 50%, സാധാരണക്കാർക്കായി ദീർഘദൂര അന്ത്യോദയ എക്സ്പ്രസ് എന്നിവയാണ് എടുത്തുപറയേണ്ട പ്രഖ്യാപനങ്ങൾ. അതേസമയം പുതിയ ട്രെയിനുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചില്ല എന്നത് പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധത്തിനിടയാക്കി.
കഴിഞ്ഞ ബജറ്റിന്റെ തുടർച്ച മാത്രമാണ് ഈ ബജറ്റ് എന്നും പുതിയ ട്രെയിൻ ഇല്ലാത്തത് കേരളത്തിലെ യാത്രക്കാരെ നിരാശപ്പെടുത്തിയെന്നും ബജറ്റിനോടുള്ള പ്രതികരണങ്ങളിൽ പ്രധാനമാണ്. ബാംഗ്ലൂരു സ്ഫോടന കേസ് അബ്ദുൽ നാസർ മഅദനി വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ബാംഗ്ലൂരു സ്ഫോടന കേസുകൾ ഒരുമിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ നാസർ മഅദനി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും. കേസുകൾ ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഅദനി ബാംഗ്ലൂരുവിലെ വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും തള്ളിയിരുന്നു. ഹർജി തള്ളുന്നതിനായി വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ അപ്രസക്തമാണെന്നും പ്രോസിക്യൂഷൻ ഇടപെടൽ മൂലമാണ് വിചാരണ നീളുന്നതെന്നും സുപ്രീം കോടതിയിൽ മഅദനി ചൂണ്ടിക്കാട്ടും. വിഷയത്തിൽ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ച മഅദനിയോട് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 9 കേസുകളായി രജിസ്റ്റർ ചെയ്ത സ്ഫോടന കേസ് ഏകീകരിച്ചാൽ ഒറ്റ കുറ്റപത്രവും കുറ്റം ചുമത്തലും വേണ്ടിവരും. ഇത് കേസ് നീളാൻ ഇടയാക്കുമെന്നും വ്യക്തമാക്കി വിചാരണ കോടതി ഹർജി തള്ളി. കേസിൽ 1 വർഷവും 3 മാസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കുമെന്നും വിചാരണ കോടതി വ്യക്തമാക്കി. അതേസമയം ഡിസംബറിൽ രാജിവെച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സീതാറാമിന് പകരക്കാരനെ നിശ്ചയിച്ചിട്ടില്ല. ഇതിനാൽ NIA കോടതിയിൽ 1.5 മാസത്തോളമായി വിചാരണ നടക്കുന്നില്ല. ഇക്കാര്യം മഅദനി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വിചാരണ മുടങ്ങുന്നതിനാൽ കേസ് കോടതി വ്യക്തമാക്കിയതിലും നീളുമെന്നും ജാമ്യത്തിൽ ഇളവ് വേണമെന്നും വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണമെന്നും മഅദനി ആവശ്യപ്പെടും. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുനരധിവാസ പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 1ാംഘട്ട പുനരധിവാസത്തിനായി 23,08,00,000 രൂപ അനുവദിച്ചതായി മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് 23,08,00,000 രൂപയുടെ പുനരധിവാസ പാക്കേജ് നടപ്പാക്കും. ഈ വർഷം ഇന്ത്യക്ക് അനുവദിച്ച ഹജ്ജ് ക്വാട്ട 1.5 ലക്ഷം. ഇതിൽ 1,30,000 ഹാജിമാർ കമ്മിറ്റികൾ മുഖേനയും 20,000 ഹാജിമാർ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കീഴിലുമായിരിക്കും ഹജ്ജിന് പുറപ്പെടുക. സംസ്ഥാനങ്ങളിലെ മുസ്ലിം ജനസംഖ്യാനുപാതികമാണ് ഹജ്ജ് ക്വാട്ടകൾ അനുവദിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 2001 ജനസംഖ്യ കണക്കെടുപ്പനുസരിച്ചായിരുന്നു ക്വാട്ട നിശ്ചയിച്ചിരുന്നത്. ഈ വർഷത്തെ ഹജ്ജ് ക്വാട്ട നിശ്ചയിക്കുന്നത് 2011 ജനസംഖ്യ കണക്കെടുപ്പനുസരിച്ചായിരിക്കും. സംസ്ഥാനത്തിന് ഈ വർഷം കൂടുതൽ ക്വാട്ട ലഭിക്കും. 70 വയസ്സ് പൂർത്തിയായവർക്കും തുടർച്ചയായ 5 വർഷം അപേക്ഷിച്ചവർക്കും നറുക്കെടുപ്പില്ലാതെ അവസരം നൽകുന്നതിനായിരിക്കും ഇത്. 70 വയസ്സ് പൂർത്തിയായവർ 1,500ഉം തുടർച്ചയായ 5 വർഷം അപേക്ഷിച്ചവർ 8,726 പേരുമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാകുന്നതോടെ എണ്ണത്തിൽ മാറ്റം വരും. ഈ വർഷം 10,000 പേർക്ക് കേരളത്തിൽ നിന്ന് അവസരം ലഭിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 6,222 പേർക്കാണ് അവസരം ലഭിച്ചത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ.
വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ചെറുവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏഴിമല അഹമ്മദ് മുസ്ലിയാരുടെ ഖബറിന് നീളം കൂടിയത് ബോധ്യപ്പെടാൻ മക്കളായ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ നേതൃത്വത്തിൽ ഖബർ പരിശോധന നടത്തി. ഖബറിന് 2.5 അടിയോളം നീളം കൂടിയതായി തെളിഞ്ഞതോടെ ജമാഅത്ത് നേതാക്കൾ വെട്ടിലായി. 1 മാസം മുമ്പ് ഏഴിമല ഉസ്താദിന്റെ മകൻ EN മഹമ്മൂദ് മുസ്ലിയാർ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രകാരം പിതാവായ ഏഴിമല ഉസ്താദിന്റെ സമീപത്താണ് ENനെ ഖബറടക്കിയിരുന്നത്. EN മഹമ്മൂദ് മുസ്ലിയാരെ മറവു ചെയ്തതിനു ശേഷം പിതാവിന്റെ ഖബർ നന്നാക്കാൻ ശ്രമിച്ച മക്കൾ ഖബർ വൃത്തിയാക്കിയതോടെയാണ് ഏഴിമല ഉസ്താദിന്റെ ഖബറിന് നീളം അധികമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഖബർ വലുതായത് നാട്ടിൽ ചർച്ചയായി. ഏഴിമല ഉസ്താദിന്റെ മക്കളും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകരും നേതാക്കളുമായ ഒരു വിഭാഗം ഇതിനെ എതിർക്കുകയും ഖബർ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതുപ്രകാരം ഇവരുടെ സുന്നികളായ മക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഖബർ തുറന്ന് പരിശോധിച്ചപ്പോൾ സത്യം ബോധ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഖബർ പരിശോധിച്ചത്. മെയ്സാൻ കല്ല് പരിശോധിച്ചാൽ മതിയെന്ന് ആദ്യം പറഞ്ഞ ഇവർ ഖബറിന്റെ അടിക്കല്ല് വരെ പരിശോധിച്ചു. പരിശോധനയിൽ സാധാരണ ഖബറിനുള്ള നീളത്തേക്കാൾ 2.4 അടി നീളം കൂടുതലാണെന്ന് ഇവർക്ക് ബോധ്യമായി. മധ്യസ്ഥരായ ചേറ്റൂർ മുഹമ്മദ്, മോയൻ കൊളക്കാടൻ, സത്താർ കൊളക്കാടൻ എന്നിവരുടെയും മഹല്ല് ഭാരവാഹികളായ ഒ അബൂബക്കർ മാസ്റ്റർ, മോയിൻ ബാപ്പു, ഗുലാം ഹുസൈൻ എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പിതാവിന്റെ ഖബർ മാന്തിയത്. ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതനും സജീവ പ്രവർത്തകരുമായ EN ഇബ്രാഹിം മൗലവി, മുഹമ്മദ് മൗലവി, അബ്ദുൽ ജലീൽ, അബ്ദുറഹ്മാൻ, പേരമക്കളായ യൂസുഫ്, ജൌഹർ, റസാഖ്, ആദിൽ എന്നിവരാണ് ഖബർ കുഴിക്കാൻ നേതൃത്വം നൽകിയത്. മർക്കസിൽ നിന്നും ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയവരുടെ സംഗമം ഈ മാസം 27-ന് രാവിലെ 9 മണിക്ക് മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ചിയൂർ മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, കട്ടിപ്പാറ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംബന്ധിക്കും. വിവിധ മർക്കസ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന SSLC, +2 വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും യാത്രയപ്പ് സംഗമവും നാളെ ഉച്ചയ്ക്ക് 2-ന് മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മർക്കസ് അലുമിനി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കരിയർ ഗൈഡൻസ് വിദഗ്ധനായ MS ജലീൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മെയ് 10 മുതൽ 12 വരെ നടക്കുന്ന അന്താരാഷ്ട്ര സഖാഫി കോൺഫറൻസിന്റെ നടത്തിപ്പിനുള്ള സ്വാഗത സംഘ രൂപവൽക്കരണ കൺവെൻഷൻ ഈ മാസം 27-ന് രാവിലെ 10:30-ന് മർക്കസ് കോംപ്ലക്സിലെ ദഅ്വാ സെന്ററിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, C മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി സംബന്ധിക്കും. വഹാബിസം മതമല്ല ഭീകരതയാണ് എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം നടത്തുന്ന സുന്നി ആദർശ സമ്മേളനം നാളെ മലപ്പുറം കോട്ടപ്പടി കിഴക്കേതലയിൽ നടക്കും. വൈകുന്നേരം 5-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി അലവി സഖാഫി കൊളത്തൂർ, SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് അരിയല്ലൂർ എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തും. സമാപന പ്രാർത്ഥനയ്ക്ക് SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ, SMA സംസ്ഥാന സെക്രട്ടറി KMA റഹീം സാഹിബ്, SYS ജില്ലാ ഉപാധ്യക്ഷൻ സാദിഖ് സഖാഫി പെരുന്താറ്റിരി തുടങ്ങിയവർ സംബന്ധിക്കും. ഏരുമാട് മക്കാം ഉറൂസ് നാളെ മുതൽ അടുത്ത മാസം 4 വരെ നടക്കും. ഉറൂസിന്റെ ഉദ്ഘാടനം നാളെ 2 മണിക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. 29-ന് പൊതുസമ്മേളനവും അന്നദാനവും നടക്കും. പൊതുസമ്മേളനത്തിൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, മന്ത്രിമാരായ ദിനേശ് ഗുണ്ടുറാവു, തൻബീർ സേട്ട് പങ്കെടുക്കും. അടുത്ത മാസം 4-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഉറൂസിന്റെ സമാപന സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുക്കും. ഉറൂസിനോടനുബന്ധിച്ച് സമൂഹ വിവാഹം, ദിക്ർ മജ്ലിസ്, ഖത്തം ദുആ എന്നിവ നടക്കും. SYS മലപ്പുറം ദുബൈ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ഷേഖ് റിഫാഴി അനുസ്മരണവും ആത്മീയ മജ്ലിസും നാളെ വൈകുന്നേരം 6:30-ന് ഹോറൽ അൻസ് ദാറുസ്സലാമിൽ വെച്ച് നടക്കും. മൗലിദ് പാരായണം, അനുസ്മരണ പ്രഭാഷണം, ആത്മീയ മജ്ലിസ് എന്നിവയാണ് പരിപാടികൾ. ബഷീർ ഹാജി മുണ്ടുപറമ്പിന്റെ അധ്യക്ഷതയിൽ മൊഹിദ്ദീൻകുട്ടി സഖാഫി പുകയൂർ ഉദ്ഘാടനം ചെയ്യും. ഷമീർ ലത്തീഫി അനുസ്മരണ പ്രഭാഷണം നടത്തും. ബീരാൻ ഹാജി, ബഷീർ സഖാഫി, ഇസ്മായിൽ അഹ്സനി വേങ്ങര, മജീദ് മദനി മേൽമുറി, കാസിം ഹാജി കാവപ്പുര തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവാടി ഏഴിമല ഉസ്താദിന്റെ ഖബർ നീളം കൂടി. ജമാഅത്തുകാർ ഖബർ മാന്തി പരിശോധിച്ചു. ഖബറിന്റെ നീളം 2.4 അടിയാണ് വർദ്ധിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാമത്തെ സമ്പൂർണ്ണ റെയിൽവേ ബജറ്റ് മന്ത്രി സുരേഷ് പ്രഭു ലോക്സഭയിൽ അവതരിപ്പിച്ചു.
ബാംഗ്ലൂരു സ്ഫോടന കേസ് മഅദനി വീണ്ടും സുപ്രീംകോടതിയിലേക്ക്. മഅദനിയുടെ ഹർജി സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ലാവ്ലിൻ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. അടിയന്തര സാഹചര്യമില്ലെന്ന് കോടതി. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1.5 ലക്ഷം ഹാജിമാർ പുണ്യഭൂമിയിലേക്ക്. വഹാബിസം മതമല്ല ഭീകരതയാണ് എന്ന പ്രമേയത്തിൽ സുന്നി ആദർശ സമ്മേളനം നാളെ മലപ്പുറം കോട്ടപ്പടിയിൽ. ഏരുമാട് മഖാം ഉറൂസിന് നാളെ തുടക്കം. മുനവ്വറിലെ തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പങ്കെടുക്കും. മർക്കസിൽ ഹാഫിള് സംഗമം ഈ മാസം 27-ന്. വിജയബേരി നാളെ. അന്താരാഷ്ട്ര സഖാഫി കോൺഫറൻസ് സ്വാഗത സംഘ രൂപവൽക്കരണം 27-ന്. ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ കോൺഗ്രസും JDUവും മത്സരിക്കും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.